ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റീലിൽ കൃത്യമായൊരു 3 ആക്ട് സ്ട്രക്ചർ, അതായത് കഥാരംഭം, ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെ കോൺഫ്ലിക്റ്റ് തീർത്തുകൊണ്ടുള്ള ക്ലൈമാക്സ്, അങ്ങനെ ചെയ്യുന്നതിലൊരു സ്ഥിരത എനിക്ക് തോന്നിയ ഒരു ടീമാണ് റെവലൂഡിന്റെ ഫുൾ ടീമാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരു 3 ആക്ട് സ്ട്രക്ചർ ഒക്കെ ആലോചിക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടുള്ളത് അതിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു കഥ, ഒരു പ്രശ്നം, അതിന്റെ പ്രശ്ന പരിഹരണം അങ്ങനെ തോന്നാറില്ല. റാൻഡം ആയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ ആലോചിച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെ തന്നെ ആലോചിച്ചാ ചെയ്യുന്നത്. അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്ന ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മള് ആക്ച്വലി എല്ലാവരും ഒരു സിനിമ സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ ഈവൻ റീലിലോട്ട് ഇപ്പോൾ ചോദിച്ചോടെ തന്നെ ഒരു 3 minutes അല്ലെങ്കിൽ ഒരു 1.5 minutes കഥ പറയുന്ന സമയത്തും മനസ്സിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരു ആരംഭം, ഒരു പ്രശ്നം പരിഹരണം, ക്ലൈമാക്സ്, അങ്ങനെ ഉണ്ടല്ലേ? അതെ അതെ. ബ്രോന്റെ പേരെന്താ? രാഹുൽ. ബ്രോന്റെ കോസ്റ്റ്യൂം സെൻസ് വളരെ അടിപൊളി. എല്ലാ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിക്കും. ഇത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണോ? അതെ, അത് അവരുടെ നാടിന്റെയും കൂടെ പ്രത്യേകതയാണ്. ആ ഭാഗത്തുള്ളവർക്കെല്ലാം, കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ളവർക്കെല്ലാം. മലപ്പുറം നിലമ്പൂരാണ്. നമ്മുടെ ഈ അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പൊ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു കമ്പാനിയൻ, അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഹാർട്ട് ഫെൽറ്റ് കോൺവെർസേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ വീട്ടുകാരായിട്ടോ? ഇപ്പൊ ഞാൻ ആക്ടിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്, ഇത് വളരെ റിസ്ക് നിറഞ്ഞ ഒട്ടും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ല, പക്ഷെ ഞാൻ അത് ചൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? സംസാരം ഉണ്ടായിട്ട് അത് ഇപ്പോഴല്ല, ഇപ്പം ബൈ ദിസ് ടൈം എല്ലാവർക്കും അറിയാലോ. തുടക്കം ഈ നമ്മള് ജോലി വിട്ടിട്ട് ഇതിലോട്ട് വന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഓണസ്റ്റായിട്ട് വീട്ടുകാരോട് അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് ജോലി വിടുന്നു, ഞാൻ ഒന്ന് ഫിലിം സ്കൂളിൽ പോയിട്ട് 1 വർഷം ഒന്ന് ട്രൈ ചെയ്യട്ടെ, പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് ജോലിക്ക് കയറാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചിട്ട് പോക്കില്ല എന്നുള്ളത് അറിയായിരുന്നു, തിരിച്ചു പോക്കില്ല എന്ന് അറിയായിരുന്നു. അപ്പോൾ പക്ഷെ അവരുടെ ഒരു സമാധാനവും നമുക്ക് അവര് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഇനിഷ്യലി ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന പോലെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് പലപ്പോഴായിട്ട് ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ സംസാരം വരും. നമുക്ക് എപ്പോഴും ഒരു ഹൈ ലോ ഒരു ഫേസുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടിയ നമ്മുടെ ഒരു അത്രയും നാൾ കാത്തിരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു സംഭവമായിരുന്നു. കുറച്ച് പേര് നമ്മളെ കാണുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് മുമ്പ് സിനിമയാണ്. അപ്പോൾ ചില സിനിമകളൊക്കെ നമുക്ക് എന്താ പറയാ, വളരെ കിട്ടുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ട് ചിലപ്പോൾ മിസ്സായി പോകും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വിണ്ടാവണം, എന്തുകൊണ്ട് മിസ്സാവുന്നു, നമ്മളവിടെ അടുത്ത വിജയിക്കുമ്പോഴോ സങ്കടം വരിക, പരാജയപ്പെടുമ്പോൾ സന്തോഷം വരിക, അങ്ങനെയില്ല ഒരിക്കലില്ല. അത് മിസ്സായി പോകുമ്പോഴത്തേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ആ ടൈമിൽ. വിജയപരാജയങ്ങൾ പിന്നെ നോക്കാറില്ല, അത് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഒരു സംസാരം, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ സമ്മതിക്കണം? തുടക്കത്തിൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുമ്പോൾ അതുവരെ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ റിസൈൻ ഒക്കെ ചെയ്ത് വീട്ടിൽ സംസാരിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ. അപ്പൊ അച്ഛൻ പറഞ്ഞത് പൊയ്ക്കോന്നാ, അവന്റെ ഇഷ്ടം പോലെ ചേട്ടെ, എവിടെ ക്ലിക്ക് ആവാന്നറിയില്ല എന്നാണ് അച്ഛൻ പറഞ്ഞ മറുപടി. പക്ഷെ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ അത് എനിക്ക് ഭയങ്കര എക്സ്ട്രാ പ്രഷറും ആയിപ്പോയി. അത്ര ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് നമുക്കിനി ഒരു കാലം എന്താ വീട്ടിൽ പറഞ്ഞു? വീട്ടിലിപ്പോഴും അറിയില്ലേ? വീട്ടില് ഞാന് നമ്മള് കുറച്ചായിട്ടാണ് ഫാമിലിയൊക്കെ ഒന്ന് സെറ്റ് ആയത്. അപ്പൊ എന്റെ ചേച്ചി പുറത്താണ്. അപ്പൊ ചേച്ചിയൊക്കെ പോകുന്നവരെ ഞാൻ നാട്ടില് എല്ലാവരും ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. ചേച്ചി കഴിഞ്ഞ് പോയി സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുവരെ ഇങ്ങോട്ട് ഈ ഫീൽഡിലോട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ല, അതിന് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇപ്പൊ സെറ്റായി, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ വീട്ടിലൊക്കെ പറയലുണ്ട്, ഇനിയിപ്പോൾ അയ്യോ ഇനി പയ്യനെന്തേലുമൊക്കെ അവനെന്തേലുമൊക്കെ നോക്കണം, ഇനി പഠിക്കാൻ വിടുക, അങ്ങനെ ഒക്കെ ചിന്തിച്ച സമയത്ത് ഞാൻ ഇപ്പൊ എന്ത് പഠിക്കുക, എന്ത് പഠിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതുള്ളിൽ പാഷനും ഉള്ളിൽ എന്നാ തോൽവിയല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് നമ്മൾ വീട്ടിൽ ആകുലത ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി എന്തിനാ പോണേന്നില്ല ആലോചിക്കുക. അപ്പൊ ഞാൻ എന്തിനാ പോണേന്നില്ല ആദ്യമൊക്കെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം, പാഷന്റെ പുറകാലെ പോവാം. അപ്പൊ ഞാനിത് വീട്ടില് പറഞ്ഞു,
വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയായിട്ടാണ് സംസാരിക്കാറ് കൂടുതലും. ഞാനും ചേച്ചി എന്താ പറയുക, ഞങ്ങളൊരു ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ എനിക്ക് 2 ചേച്ചിമാരാണ്. ചെറിയ ചേച്ചിയായിട്ടാണ് ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ചെറുപ്പം മുതലേ. അതെ, അപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞടി ഞാൻ ഇതിന് പോവാണ്, ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ഒരു, അപ്പത്തേക്ക് ഞാനൊക്കെ നെറ്റിലൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ പഠിക്കാനൊക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇന്നതിന് ഞാൻ പോവാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അവള് ഒരു കാര്യം പറഞ്ഞത്, നീ സപ്പോർട്ടാണ്, ഒരു ഇതുമില്ല ഫാമിലിയൊക്കെ, അപ്പോൾ സപ്പോർട്ടാണ്. പക്ഷെ ചേച്ചി പറഞ്ഞത് നീ പോയിക്കോ, പക്ഷെ നമുക്ക് എന്ന് സെറ്റാവുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഈ ഫീൽഡിൽ. പക്ഷെ അത് കരുതി നീ സങ്കടപ്പെടരുത്. ഇപ്പോൾ 2 വർഷം എടുക്കുക, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ കരിയർ സെറ്റ് ആവാം. ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ജോജു ചേട്ടനൊക്കെ 16 വർഷം എടുത്തു എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ 16 വർഷം എടുത്ത്. അപ്പൊ അതിനു വേണ്ടിട്ട് ശ്രമിക്കാതിരിക്കരുത്, പോയി കഴിഞ്ഞിട്ട് അതിലോട്ട് അങ്ങ് ഇറങ്ങാം. അങ്ങനെ ഒരു സെഷൻ. ഓക്കെ, എന്താ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളങ്ങ് ഇറങ്ങി. എപ്പോഴാണ് സംസാരം അങ്ങനെ സംസാരം കുറവാണ്. വീട്ടുകാർ കൂടെ ഹാർട്ട് ഫെൽ കൺവെർസേഷൻ ഭയങ്കര കുറവാണ്. കാരണം ഈ ആക്ടിങ് പഠിക്കാൻ പോകുന്നതിന് ആഗ്രഹം ഞാൻ പറഞ്ഞത് വളരെ കോമഡി ആയിരുന്നു. എനിക്ക് ഈ കോൺവെർസേഷൻ നടത്താനും ഈ വൾനറബിൾ ആയിട്ട് നിൽക്കാനും അറിയില്ലായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാ പറയണ്ടത്, എങ്ങനെയാ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു പിടിയില്ലായിരുന്നു. അപ്പൊ ഞാനൊരു പാരഗ്രാഫുള്ള ടെക്സ്റ്റ് അയച്ചു. ഞാൻ അപ്പുറത്തെ റൂമിൽ ഇരിക്ക, അച്ഛന്റെ വാട്സാപ്പില് ഇംഗ്ലീഷില, മലയാളം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷില് ടെക്സ്റ്റ് ചെയ്ത് ഒരു 2-3 പാരഗ്രാഫ് എഴുതി അയച്ചു. ഇംഗ്ലീഷും ഹിന്ദിയും ചേർത്ത് അയച്ചു. അത് കോമഡി എന്ന് പറഞ്ഞാൽ അച്ഛൻ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, അവിടെ പോയി സംസാരിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. ഞാൻ റൂമൊക്കെ കുട്ടിയിട്ട് മെസ്സേജ് അയച്ചു. അടുത്ത ദിവസം ഞാൻ കുട്ടിയിട്ട് ആരും പറഞ്ഞില്ലല്ലോ, ആരും മെസ്സേജ് കണ്ടില്ലേ, എനിക്കും പറയാ. പിന്നെ ഒരു ശബ്ദം കേട്ടു. കഥവ് ഇത് പറഞ്ഞു, ഞാൻ കഥവ് ഇത് പറഞ്ഞു. അമ്മ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ. ഇവരൊന്നും സംസാരിക്കുന്നില്ലല്ലോ, ഇവർ മെസ്സേജ് കണ്ടില്ലേ. ഞാൻ പിന്നെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു. ഇവര് എന്താ ആക്ടിങ്ങിനുള്ള ഇത് എവിടെന്നാ വന്നേ, ഇൻട്രസ്റ്റ് എവിടെന്നാ വന്നേ? കാരണം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല, ചുറ്റൊട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാ വന്നേ, എങ്ങനെയാ എനിക്കറിയില്ല. എങ്ങനെയാ വന്നത് എനിക്കറിയില്ല. അപ്പോ അച്ഛൻ പറഞ്ഞു നമ്മള് മിഡിൽ ക്ലാസ് ആൾക്കാരാണ്, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം എന്റെ വായിൽ നിന്നു. അപ്പം പണമില്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. അപ്പം എന്റെ കരച്ചിൽ കണ്ടിട്ടാണോ എന്താണോന്ന് അറിഞ്ഞൂടാ. അച്ഛൻ പറഞ്ഞ 2 ട്രൈ ചെയ്തോ, ഇനി ഡിസൈഡ് ചെയ്തല്ലേ 2 വർഷം ട്രൈ ചെയ്തോ, നടന്നില്ലെങ്കിൽ വേറെ MBA ചെയ്ത് സെറ്റിൽ ആവാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് റൂമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അപ്പം ശരി ഞാൻ പോവാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നോ, കുഴപ്പമില്ല. അച്ഛൻ ഇങ്ങനെ പറയുന്നത്, കോൺഫിഡൻസ് ഇല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ആക്ടിങ് ഭയങ്കര ആക്ടിങ് മാത്രമല്ല, എന്റെ ബിഹേവിയർ കുറച്ച് ഈ ഹാർട്ട് ഫെൽ കോൺവെർസേഷനും വൾനറബിൾ ആവാനും ഒക്കെ കുറെ പഠിപ്പിച്ചു. കുറച്ച് അത് ഡ്യൂറിങ് ദ പ്രോസസ് അത് ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്തിനാ വന്ന്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു പോകുന്ന അങ്ങനെയൊക്കെ ഒരു തോട്ടായിരുന്നു. പിന്നെ കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചു. കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ആയപ്പോ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ വീട്ടിലുള്ള ആൾക്കാരായിട്ടും റിലേഷൻ കുറച്ച് മാറി.
കുറച്ചുകൂടെ ഹാർട്ട്ഫെൽ കോൺവെർസേഷൻ അത്രയില്ലെങ്കിലും കുറച്ചുകൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി.